ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക, കുഴക്കും പരത്തും ഒന്നും ചെയ്യാണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് ഗോതമ്പ് പൊടി എടുക്കുക, പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ അളന്നെടുക്കുക കേട്ടോ. പാത്രത്തിലോ കപ്പിലോ ഏതിലാണെന്ന് വെച്ചാൽ അളന്നെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ തരിച്ചെടുത്ത 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. 2 കപ്പ് 2 ബൗൾ എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ബൗൾ റവയാണ് കേട്ടോ ചേർത്തെടുക്കേണ്ടത്. വറുക്കാത്തതോ വറുത്തതോ ആയ റവ നമുക്ക് ചേർത്തെടുക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. എന്നിട്ടിതാ നമ്മൾ ഒരു 6-7 അല്ലി ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ ജീരകം, കുറച്ച് തേങ്ങ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കൂടുതലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനൊരു മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയൊരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. കഷ്ണങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത അളവ് പാത്രമല്ലേ, അതിന് 1 പാത്രം വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. ഈ 1 പാത്രം വെള്ളം മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇത് അരച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ സാധാ ചട്നിക്കൊക്കെ അരക്കണ പോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഈ ബാക്കിയുള്ള വെള്ളം മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ബൗൾ വെള്ളമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ളത് മുഴുവനും ആയിട്ടും ഒഴിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് 1 ബൗൾ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാനായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ നമ്മുടെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതൊന്ന് കിട്ടും ചെയ്യും. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെള്ളം മൊത്തം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ല കുറേ നേരമൊന്നും കുഴച്ചെടുക്കണ്ട. കാരണം ഇത് നമ്മൾ ചപ്പാത്തിയുടെ പരിവല്ല, ഒന്നും കൂടി ലൂസിലാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാവുക. ചപ്പാത്തിക്കാവുമ്പോൾ ഒന്ന് ടൈറ്റിലല്ലേ, അത്രയും ടൈറ്റിലല്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ നേരമൊന്നും ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ഇത്തിരി വെള്ളം പോലെയാണ്. നമ്മൾ ചപ്പാത്തിയുടെ പരുവത്തിലല്ല ഇതുള്ളത്. എന്നാൽ നമുക്കിനി ഇത് എല്ലാതും കൂടി ഒന്ന് കൂട്ടിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കൂടുതൽ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് കറി കൂടാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ചിക്കൻ കറിയുടെ ഒപ്പം, ഉള്ളി മസാലയുടെ ഒപ്പം, കടല മസാലയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അങ്ങനെ സോഫ്റ്റിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇതൊരു ലേശം ഒന്ന് എണ്ണ ഇതിൻ്റെ മേലെ ഒന്ന് തടവി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മളിതൊന്ന് 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് തുറന്നെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്കിത് ഞാനൊരു 2 പാട്ടാക്കി എടുത്തിട്ട് നീളത്തിലൊന്നാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ, നല്ല വലുപ്പം കുറവും വേണ്ട, എന്നാൽ നല്ല വലുപ്പം കൂടുതലും വേണ്ട, അങ്ങനെ ഉരുള ആക്കി എടുക്കാം കേട്ടോ. കാരണം നമ്മളിത് ലേശം കനത്തിലാണ് അമർത്തിയെടുക്കുക. അപ്പോൾ ഇതേപോലെ ഇത്രയും വലുപ്പത്തിൽ നമ്മൾ ഉരുള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു എണ്ണക്കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്ന് ഒരു ഉരുള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് മറ്റേ പുറം നമുക്ക് ഇതിൻ്റെ മേലെ അമർത്തി കൊടുക്കാം. നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ക്യാമറ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് പതിയെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അധികം കനം കുറച്ച് അമർത്തണ്ട, എന്നാൽ നല്ല കനത്തിലും വേണ്ട കേട്ടോ. ഇത്രയും തിന്നിൽ മതി. കൂടുതൽ കനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊള്ളച്ച് വരാൻ ബുദ്ധിമുട്ടാവും. പിന്നെ കനം കൂടിയാലും നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ലല്ലോ. പിന്നെ കണ്ടല്ലോ, നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ലേശം മാവ് ഇട്ട് കൊടുത്തപ്പോൾ കണ്ടല്ലോ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ. അതാണ് നമ്മൾ കറക്റ്റ് വെള്ളവും അളവും ഒക്കെ അതേപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല.
ഇപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒന്ന് കഴിയുമ്പോഴേക്കിനും ഇത് താഴെ നിന്ന് പൊന്തി നല്ല ബബിൾസ് ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അരി പച്ചരിയും പുഴുങ്ങലരിയും ഒക്കെ വെച്ചിട്ടാണ് പത്തൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നിങ്ങൾ പത്തലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. അതേപോലെ ഒട്ടും എണ്ണയൊന്നും കുടിക്കാണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇത് നല്ല ബബിൾസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഒത്തിരി നല്ലോണം മൊരിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ അങ്ങനെ മൊരിപ്പിച്ചെടുക്കണമില്ല, ഒരു മീഡിയം ലെവലിലാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലാണോ വേണം അങ്ങനെ എടുക്കാം കേട്ടോ. കണ്ടല്ലോ, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊന്ന് വാർത്ത് ഇതൊന്ന് എടുക്കാം കേട്ടോ. ഇതിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല, നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കിനും ഇത് നമുക്ക് പൊന്തി വരും കേട്ടോ, മേലേക്ക് പൊന്തി വരും. കണ്ടല്ലോ, ഇതേപോലെ ബബിൾസ് ആയി വരും. എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ചിട്ട് ഒട്ടും തന്നെ ബലം ഉണ്ടാവില്ല. പച്ചവെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒട്ടും ബലമൊന്നും ഉണ്ടാവില്ല. നമ്മൾ റവയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളി മസാലയുടെ ഒപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഞാനിത് ഒന്ന് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ, ഇപ്പോൾ അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കണില്ല. കണ്ടല്ലോ, ഇപ്പോൾ ഇതാ നമ്മൾ 4 എണ്ണം വരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിതാ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രണ്ട് ബല ഇതിനുള്ളൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതേപോലെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഗോതമ്പ് പൊടി വെച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.